നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. ഒരു സമയം വരെ നമുക്കറിയില്ല നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഇതൊന്നും അറിയാതെ പോകുന്നു. ഒരേ ഒരു ജീവിതം ആനന്ദകരമാക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട്, പക്ഷെ പലവർക്കും അതിന് സാധിക്കുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പണമുണ്ടാക്കുക എന്നത് ജീവിതത്തിലെ വലിയൊരു ഘടകം തന്നെയാണ്. എന്നാൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ആയുസ് മുഴുവൻ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ മടിയോടും നമ്മുടെ ചിലവുകളോടും പൊരുതി തന്നെ ജീവിതത്തിൽ വിജയിക്കേണ്ടതാണ്. മക്കൾ ഒരിക്കലും നമ്മളെ നോക്കാനുള്ളവരാണ് എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ യോജിക്കുന്നില്ല. മക്കൾക്ക് നമ്മൾ നോക്കാം, പക്ഷെ മക്കളുടെ സാഹചര്യം എങ്ങനെ ആവണം ഭാവിയിൽ എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മളും എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം. എങ്കിലും മക്കൾക്കും നമ്മൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി മാറുകയില്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ആരും നിസ്സാരമായി കാണണ്ട. നമ്മളുടെ വരവിനെയും ചെലവിനെയും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമുക്ക് കുറച്ച് സേവ് ചെയ്യാൻ ഉറപ്പായിട്ടും സാധിക്കുന്നതാണ്. അനാവശ്യമായ ചിലവുകൾ എനിക്ക് എല്ലാ ദിവസവും വരുമാനമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മാസം ഇത്ര സാലറി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എല്ലാ മാസവും നമ്മൾ കിട്ടുന്ന സാലറി മുഴുവനും നശിപ്പിച്ച് കളയാതെ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ടതാണ്. സമ്പത്ത് വെട്ടിപ്പിടിക്കുക എന്നതല്ല കേട്ടോ നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അത് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ മനസ്സിലാക്കുക എന്നത് തന്നെയാണ്. പ്രാർത്ഥന മനസ്സിന് സമാധാനവും ശാന്തിയും ഊർജവും നൽകുന്നു. അതുകൊണ്ട് ദൈവഭയം അനിവാര്യമാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ മനുഷ്യന് സാധിക്കുകയുള്ളൂ. ദൈവമുണ്ട് എന്ന് അറിഞ്ഞിട്ടും ദൈവം വിലക്കിയ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല എന്ന ഭയത്തിൽ യുവത്വം വെറുതെ നശിപ്പിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നും തന്നെ നേടാനില്ല. ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ മനസ്സിലാക്കുക എന്നത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി ഉണ്ടാവും. ആ ഫാമിലിക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. ഭാര്യയെ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല, ഭർത്താവിനെ ഭാര്യ മനസ്സിലാക്കുന്നില്ല, മക്കളെ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല, മാതാപിതാക്കളെ മക്കൾ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ലൈഫ് ജീവിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. എന്തിനാണ് അങ്ങനെയൊക്കെ ജീവിക്കുന്നത്? നമുക്ക് ഒരേ ഒരു ജീവിതമാണ് ഉള്ളത്. ആ ഒരു ജീവിതത്തിൽ നമ്മൾ ആരോടും ഇഷ്ടമില്ലായ്മ കാണിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പക വെച്ച് നടന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമുക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? ഉള്ള ജീവിതം നമുക്ക് സന്തോഷത്തോടെ നമുക്ക് എന്ന് പറയാൻ ആരാ ഉള്ളത്? അവരെ സ്നേഹിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അടിപൊളിയായിരിക്കും. നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരം, ഈഗോ, ഇതൊക്കെ ഇപ്പം തന്നെ മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ദൈവത്തെ മനസ്സിലാക്കുക. രണ്ടാമത്തത് നമ്മൾ സ്നേഹം കൊടുക്കുക, നമുക്ക് പ്രിയപ്പെട്ടവർക്ക് സ്നേഹം കൊടുക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മടി മാറ്റാണ്. വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഈ മടി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. നമ്മുടെ സക്സസ്സിനെ ബ്രേക്ക് ചെയ്യുന്നത് മടി മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പുതിയ ജീവിതത്തിന് പുതിയ ശീലങ്ങളായിക്കോട്ടെ. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, ദിവസവും കുറച്ചെന്തെങ്കിലും എഴുതുക, വായിക്കുക, അറിവ് നേടുക. ഫോൺ, സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുക, വായന ശീലമാക്കുക എന്ന് പറഞ്ഞു. 5 നല്ല ശീലങ്ങൾ നമ്മളെ വളരെയധികം ഉന്നതിയിലേക്ക് എത്തിക്കും. അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാനും, നന്നായിട്ട് വ്യായാമം ചെയ്യാനും, നന്നായിട്ട് ഉറങ്ങാനും, നന്നായിട്ട് വെള്ളം കുടിക്കാനും കൂടെ ശ്രദ്ധിക്കുക. മടി മാറ്റിക്കഴിഞ്ഞാലേ പിന്നെ ഒരു പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ആവേശമായിരിക്കും. നമ്മൾ ആഗ്രഹിച്ചതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമുക്ക് എല്ലാ ജോലിയും ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥ മനസ്സുണ്ടായിരിക്കണം. ഈ ലോകത്തെ പേര് പറയാനാകാത്തവരുടെ എണ്ണം കൂടുതലാണ്. അതിനാൽ ആദ്യം ചെറിയ ജോലി തന്നെ ആയാലും അതിൽ നിന്ന് തന്നെ ആരംഭിക്കുക. അഭ്യാസവും തിയറിയും ചേർന്ന ശ്രമം നമ്മളെ തീർച്ചയായും മുന്നോട്ട് നയിക്കുന്നതായിരിക്കും. ഇനി ജീവിതത്തിൽ വേണ്ടത് ഒരു വഴി കണ്ടെത്തുക എന്നതാണ്. നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ഒരു കാരണം നിങ്ങൾ കണ്ടെത്തണം. ആ കാരണമാണ് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കരുത്ത് നൽകുന്നത്. കുടുംബമായിക്കോട്ടെ, സ്വപ്നമായിക്കോട്ടെ, എന്തായാലും ആ ഒരു വഴി നിങ്ങളെ മുന്നോട്ട് നയിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നാണം കെടാത്തവരോ അല്ലെങ്കിൽ പരാജയപ്പെടാത്തവരോ ആയിട്ടുണ്ടാവില്ല. ലക്ഷ്യങ്ങളുണ്ടാവുന്നവർ തീർച്ചയായിട്ടും പരാജയപ്പെടും.
അങ്ങനെയുള്ള ആളുകളെ പരാജയങ്ങളെ ഓർക്കേണ്ടത് നിർണ്ണയിക്കാൻ വേണ്ടിയാണ്, നശിപ്പിക്കാനായിട്ടാകരുത്. നമ്മുടെ പരാജയം കണ്ടാൽ വീണ്ടും വീണ്ടും അത് കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് നമ്മൾ പരാജയത്തിൽ നമ്മൾ സ്വയം നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ വീണ്ടും പരാജയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. തെറ്റുകൾ പാഠമായിട്ട് കണ്ട് പിന്നെ അത് ആവർത്തിക്കരുത്. അങ്ങനെ ഒരു സമീപനത്തോടു കൂടി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എന്തായാലും വിജയമുണ്ടാവും. ജീവിതത്തിലെ തെറ്റുകളെ മനസ്സിലാക്കി പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് 35 വയസ്സായിക്കോട്ടെ 40 വയസ്സായിക്കോട്ടെ, നമുക്ക് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. 35 വയസ്സും 40 വയസ്സും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ കുറച്ച് സമയമേ ഉണ്ടാവുന്നുള്ളൂ. എന്താണ് താൻ ആ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം. പണം, സന്തോഷം, തൊഴിൽ, സ്വന്തം ബിസിനസ്, കുടുംബം, എന്തായാലും കൃത്യമായ ലക്ഷ്യം നമുക്ക് വേണം. പ്രായമായ ഒരാൾക്ക് ജീവിതത്തിൽ ഒരു നേട്ടവും നേടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്: ജീവിതം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എന്നാൽ ഇനി മാറ്റം വരുത്തണമെങ്കിൽ കൃത്യമായ ആധികാരികമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. അതിനായിട്ടുള്ള പ്ലാനും നമ്മൾ തയ്യാറാക്കേണ്ടതാണ്. ചിന്തിക്കുക, ഇപ്പോഴും സമയമുണ്ട്. പക്ഷേ ഇനി വീണ്ടും കാത്തിരിക്കാനോ ആലോചിക്കാനോ സമയമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിശ്ചയത്തോടെ ഒരു ദിശയിലേക്ക് നടന്നു പോവുക. ചെയ്യാനുള്ള കാര്യങ്ങളും ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും കൃത്യമായിട്ട് ജീവിതത്തിൽ പാലിക്കുക എന്നത് മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ